നമ്മൾ കഴിഞ്ഞ ദിവസം സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒട്ടനവധി ആളുകൾ നമ്മുടെ സെൻറ്ററിൽ വരികയും ഇതിൻ്റെ ഫോമിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ആ ഫോം കിട്ടിയിരുന്നു. പക്ഷേ ആ ഫോം എന്ന് പറയുന്നത് നമുക്ക് അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ല. ആ ഫോം നമ്മൾ പഞ്ചായത്തിൽ സ്വീകരിക്കുകയില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഇപ്പോൾ നമുക്ക് ഈ വാർദ്ധക്യ പെൻഷൻ്റെ 3600ഓളം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒക്ടോബർ മാസം പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി, അഥവാ വീട്ടമ്മ പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് നടക്കുന്നൊരു കാര്യം. അപ്പോൾ അതിൽ 1000 രൂപ വെച്ചിട്ടാണ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നത്. അത് 35-നും 60-നും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് അത് അപേക്ഷിക്കാം എന്നായിരുന്നു അതിൽ പ്രഖ്യാപനം വന്നിരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ആദ്യത്തെ സ്റ്റേജിൽ പറഞ്ഞിരുന്നത് പഞ്ചായത്ത് സെക്രട്ടറി മുഖേന ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അത് പ്രകാരമാണ് ആ ഫോമും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്ത് ആളുകൾ പഞ്ചായത്തിലേക്കും മറ്റും പോകുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതും. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടം നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടം പ്രാബല്യത്തിൽ വന്ന സ്ഥിതിക്ക് അപ്പോൾ ഇതുപോലുള്ള പദ്ധതികളുടെ പൈസ വിതരണം ചെയ്യുന്നത് അതിന് എഗൻസ്റ്റ് ആവും എന്നായതുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പദ്ധതിയുടെ കാര്യവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും അറിയാം, സാമൂഹ്യക്ഷേമ പെൻഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സേവന പോർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ കൂടെ നമുക്ക് അക്ഷയ അതുപോലെ തന്നെ കോമൺ സർവീസ് സെൻറ്റർ വഴി നമുക്ക് ഈ സേവന പെൻഷൻ്റെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. എന്നിരിക്കെ അതേപോലെ തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ സർക്കാർ ഇതിനുള്ള ഔദ്യോഗിക പോർട്ടൽ വരും ദിവസങ്ങളിൽ കൊണ്ടുവരും. അതിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ അപേക്ഷ സമർപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ സൈറ്റിൽ പ്രത്യേക പോർട്ടൽ ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറഞ്ഞ വനിതാ സുരക്ഷാ പെൻഷൻ, ഈ 1000 രൂപ കിട്ടുന്ന പെൻഷന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ വന്ന് ചോദിക്കുന്ന ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നിരവധി ആളുകൾ ഈ പെൻഷൻ്റെ ഉപഭോക്താക്കളായി തീരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻറ്ററിൽ വന്നിട്ട് ഇതിൻ്റെ ഫോമും മറ്റും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോം കൃത്യമായിട്ട് കൊടുക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു ക്ലാരിറ്റി കിട്ടണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വന്നു. നമ്മൾ അതുകൊണ്ട് ഈ ഫോം നമുക്ക് പറഞ്ഞതുപോലെ കൊടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഫോം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നിങ്ങളെ ഇത് കബളിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഈ പദ്ധതി ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നതുകൊണ്ട് താൽക്കാലികമായി അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് വരും. അപ്പോൾ ഈ ഓൺലൈനിൽ ഇതിൻ്റെ ഫെസിലിറ്റി വന്നതിന് ശേഷം ഞങ്ങൾ കൃത്യമായിട്ട് ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണം ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പം നിലവിൽ ഇതിനകത്ത് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതിൽ അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് SSLC ബുക്ക്, പിന്നെ നിങ്ങളുടെ മെഡിക്കൽ SSLC ബുക്ക് ഇല്ലാത്ത ആളുകൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ പ്രായം തെളിയിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം സാക്ഷ്യപത്രം എഴുതുക. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ തുടങ്ങിയവ മാത്രം മതി ഈ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഇത് നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ആകുന്നതിന് മുറയ്ക്ക് നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പദ്ധതിയിൽ നമുക്ക് 1000 രൂപ കിട്ടുന്ന വീട്ടമ്മ സുരക്ഷാ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.